സ്വാഗതം ശ്രീ ചെറിയാൻ ഫിലിപ്പ്. കേരള സ്റ്റേറ്റ് 1-ാം നമ്പർ കാറിൽ പിണറായി വിജയനൊപ്പം വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ആയി. ഇവരൊന്നിച്ച് യാത്ര ചെയ്യും. ഈ നായർ ഈഴവ ഐക്യം വലിയൊരു സംഭവമായി മാറുമല്ലേ? മുഖ്യമന്ത്രിയുടെ കാറിൽ ആരെങ്കിലും കയറി എന്ന് വെച്ച് അതിനെ ഒരു ഗൗരവമായി കിടക്കുന്ന കാര്യമില്ല. വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതിനെക്കുറിച്ച് വിമർശനം നടത്തിയത് വി.ഡി. സതീശനല്ല, ബിനോയ് വിശ്വമാണ്. അതായത് കാറിൽ കയറ്റി കൊണ്ടുപോയത് വിഷം വളർത്തുന്ന ഒരാളെന്ന നിലയിലാണ് ബിനോയ് ആക്രമിച്ചത്. യഥാർത്ഥത്തിൽ ആ പ്രശ്നത്തിൽ ബിനോയാണ് ആക്രമണകാരി, അല്ലാതെ കോൺഗ്രസ് അല്ല. ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന പലരെ എനിക്കറിയാം. ഞാൻ എല്ലാ മുഖ്യമന്ത്രിമാരുടെയും കാറിൽ കയറിയിട്ടുള്ളതാണ്. അവരുടെ കയറിൽ അവർ കോൺഗ്രസ് പ്രവർത്തകന്മാരെ എല്ലാം കൊണ്ടുപോകുന്ന ഉദാരമതികളായിരുന്നു. എ.കെ. ആന്റണി മാത്രമാണ് ചെറിയൊരു റെസ്ട്രിക്ഷൻ ഉള്ളത്. അപ്പം ഒരാളെ കാറിൽ കയറ്റി എന്ന് വെച്ചതൊരു മഹാ അപരാധമാണെന്നൊന്നും ഞാൻ കരുതില്ല. പക്ഷേ ഇതൊരു അപരാധമായി കണ്ടത് ബിനോയ് വിശ്വമാണ്. ബിനോയ് വിശ്വം പറഞ്ഞതിനെ തുടർന്നാണ് അത് ഒരു സാമൂഹ്യ വിഷയമായി മാറിയത്. പക്ഷേ ഇതിനകത്ത് നമ്മളിവിടെ പ്രധാനമായിട്ടും ഇപ്പം ചർച്ച ചെയ്യുന്നത് നായർ ഈഴവ ഐക്യത്തെക്കുറിച്ച് തന്നെയാണ്. ഇതേതെങ്കിലും തരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ചലനം സൃഷ്ടിക്കുമെന്നാണോ? നായർ ഈഴവ ഐക്യം കേരളത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ഒരു നൂറ്റാണ്ടായി നമുക്കറിയാം ഈ പരദേശി ബ്രാഹ്മണർ തിരുവിതാംകൂറിൽ ഉദ്യോഗം മുഴുവൻ കൈയടക്കി വെച്ചു. അപ്പോൾ നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഉദ്യോഗം കിട്ടണമെന്ന് പറഞ്ഞാൽ മലയാളി മെമ്മോറിയൽ, നായർ മെമ്മോറിയൽ എന്ന് പറയുന്നതാണ് ശരി. അത് കഴിഞ്ഞ് ഡോക്ടർ പൽപ്പുവിന് ഇവിടെ ജോലി കിട്ടാതെ വന്നപ്പോൾ ഈഴവ മെമ്മോറിയൽ ആരംഭിച്ചു. അപ്പോൾ പരദേശി ബ്രാഹ്മണർക്കെതിരായി നടത്തിയ രണ്ട് മുന്നേറ്റങ്ങളാണ് ഏത് നായർ മെമ്മോറിയലും അല്ലെങ്കിൽ ഈഴവ മെമ്മോറിയലും. അത് കഴിഞ്ഞ് ക്ഷേത്രപ്രവേശന സംഭവം വന്നപ്പോൾ പിന്നോക്ക ജാതിക്കാരായ ആളുകൾക്ക് ഈഴവർക്കും ദളിതർക്കും ഒന്നും പ്രവേശനമില്ലായിരുന്നു. അങ്ങനെയാണ് വൈക്കം സത്യാഗ്രഹവും മറ്റേ ഗുരുവായൂർ സത്യാഗ്രഹമൊക്കെ വന്നു. അപ്പോൾ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്, അല്ലാതെ നായർക്ക് പ്രവേശനത്തല്ല, ഈഴവർക്കും ദളിതർക്കും വേണ്ടിയുള്ള ഇതാണ്. മന്നവും ആർശങ്കറും ഒരുമിച്ചാണ് പല കാര്യങ്ങളും നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് തന്നെ അവരൊരുമിച്ച് ഭരണസഭയിലുണ്ടായിരുന്നു. ഹിന്ദുമണ്ഡലം ഇടക്കാലത്ത് ഉണ്ടാക്കിയവരാണ്. പക്ഷേ മന്നം NSSൻ്റെ ആചാരനായും ആർശങ്കർ SNDP യോഗം പ്രസിഡന്റും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായി. രണ്ടുപേരും കോൺഗ്രസ്സുകാരായിരുന്നു. പല സന്ദർഭങ്ങളിലും മന്നത്തിൻ്റെ പിൻഗാമികളായ ആളുകളും അതുപോലെ തന്നെ ആർശങ്കറിൻ്റെ മുൻഗാമി എന്ന് പറയുന്നത് ടി കെ മാധവനാണ്. ടി കെ മാധവൻ കോൺഗ്രസ് നേതാവായിരുന്നു, ഗാന്ധിയുടെ കാലം മുതലുള്ള ആളാണ്. അത് കഴിഞ്ഞിങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എത്രയോ പ്രമുഖന്മാർ കോൺഗ്രസ് നേതാക്കൾ, PS കാർത്തികേയൻ, MK രാഘവൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവരെല്ലാം കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഇപ്പോഴും NSS SNDP എന്ന് പറയുന്ന സംഘടനകൾ സ്വാതന്ത്ര്യ സമരകാലം മുതൽ കോൺഗ്രസ്സുകാരുടെ ഒരു കേന്ദ്രമായിരുന്നെങ്കിൽ ഇപ്പോഴും NSSൻ്റെയും SNDPയുടെയും പ്രവർത്തകരിൽ മഹാഭൂരിപക്ഷവും കോൺഗ്രസ്സുകാരാണ്. അതാണ് സത്യം. അത് വെള്ളാപ്പള്ളിക്കും അറിയാം, സുകുമാരൻ നായർക്കും അറിയാം. പക്ഷേ BJP കടന്നു കയറാൻ ഇവിടെ രണ്ടിടത്ത് ശ്രമിച്ചെങ്കിൽ പോലും അത് നടന്നിട്ടില്ല. സുകുമാരൻ നായർ തന്നെയാണ് BJPയെ തടഞ്ഞത്. പക്ഷേ CPM രണ്ടിടത്തും നുഴഞ്ഞു കയറാൻ വേണ്ടി കഴിഞ്ഞ കുറേ നാളുകളായി ഒരു പീഡന നയം നടത്തുന്നുണ്ട്. പക്ഷേ അവർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് NSSൻ്റെ അടിത്തറയിൽ, SNDP യോഗത്തിൻ്റെ അടിത്തറയിൽ ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട ശക്തി കോൺഗ്രസ് പ്രവർത്തകന്മാരാണ്. പിന്നെ SNDP യോഗത്തിനും NSSനും ഇന്ന് ആ സമുദായങ്ങൾക്കുള്ളിൽ വേരോട്ടം ഉണ്ടാകാനുള്ള കാരണം, ഞാൻ കുട്ടിക്കാലം മുതൽ തന്നെ NSSൻ്റെ കരയോഗത്തിലും കുന്നുകുഴിയിലെ മുളവനയിലുള്ള SNDPയോട് ശാഖത്തിൽ പോകുന്നതാണ്. ഒരു 12 വയസ്സ് മുതൽ തന്നെ ആ മീറ്റിങ്ങിലൊക്കെ പോകാറുണ്ട്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, നമ്മുടെ ക്രിസ്ത്യൻ പള്ളികളിലെ ഇടവക പോലെ ഒരു കല്യാണമോ മരണമോ വന്നാൽ അതിൻ്റെ പൂർണ്ണ ചുമതല ഏറ്റെടുക്കുന്നത് ഇവരാണ്. അപ്പോൾ എനിക്ക് തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ കരയോഗങ്ങളെ അറിയാം, NSS അറിയാം, SNDP അറിയാം, മുഴുവൻ അറിയാം. ഞാൻ 19 വർഷത്തിൽ കൂടുതലായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് എല്ലാവരും അറിയാം. കോൺഗ്രസ്സുകാരെല്ലാം അതിലുണ്ട്. ആ കോൺഗ്രസ്സുകാർ നയിക്കുന്ന SNDP യോഗത്തെയോ NDPയോ SNDPയെയോ അല്ലെങ്കിൽ NSSനെയോ അതിൻ്റെ അടിത്തറയിൽ നിന്ന് മാറ്റിയെടുക്കാൻ ആർക്കും സാധ്യമല്ല. അതേസമയം പലപ്പോഴും NSSും SNDPയും തമ്മിൽ കോൺഗ്രസ്സുമായി പിണങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ്സിലെ ചരിത്രപരമായ ഭിന്നിപ്പ് 64 വന്നപ്പോൾ PT ചാക്കോ മരിച്ച ശേഷം കേരള കോൺഗ്രസ് രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അതേ മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരം നയിച്ചത്. പിന്നീട് 67 EMSന് വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്? കോൺഗ്രസ്സിൽ ഭിന്നിപ്പുണ്ടായതുകൊണ്ടാണ്. കേരള കോൺഗ്രസിൻ്റെ അന്ന് മന്നത്ത് പത്മനാഭൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ കൂടെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കളായ R. ബാലകൃഷ്ണപിള്ളയും
KR സരസ്വതി അമ്മയും അതുപോലെ തന്നെ നാരായണക്കുറുപ്പും NSSന്റെ പ്രമുഖന്മാർ കൂടിയായതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ കേരള കോൺഗ്രസ് ചേർന്നു. പക്ഷേ 68-69 ആയപ്പോൾ മന്നം കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങി. ഇന്ദിരാഗാന്ധി പത്മഭൂഷൺ കൊടുത്താണ് മന്നത്തെ സ്വീകരിച്ചത്. ഇപ്പോൾ മന്നൻ ജയന്തി ആഘോഷം അവധിയാക്കിയതും അതൊരു പ്രാമുഖ്യം കൊടുത്തതാണ് കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. അപ്പം മന്നത്തിനോടും ശ്രീനാരായണ ഗുരുവിനോടും അതുപോലെയുള്ള അതിൻ്റെ ആചാര്യന്മാരോട് ഏറ്റവും കൂടുതൽ സഹവർത്തിത്വവും സ്നേഹവും പ്രകടിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് ചരിത്രപരമായ കാരണങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ആ രണ്ട് സംഘടനയും കോൺഗ്രസിൽ നിന്ന് വേർപെടുത്തിയെടുക്കാൻ BJP വിചാരിച്ചാൽ സാധിക്കില്ല, CPM വിചാരിച്ചാൽ സാധിക്കില്ല. പക്ഷെ ഇവർ രണ്ടുപേരും കൂടെ ഒരു തട്ടിൽ വന്നപ്പോൾ അറ്റാക്ക് ചെയ്യുന്നത് മുഴുവൻ കോൺഗ്രസ്, BJPയെ സുകുമാരൻ നായരും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ താൽക്കാലികമാണ്. കോൺഗ്രസുമായിട്ട് സുകുമാരൻ നായരും വെള്ളാപ്പള്ളിയൊക്കെ പിണങ്ങിയിട്ടുണ്ട്, ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്തിട്ടുണ്ട്. അസത്യം. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയും ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്തിട്ടുണ്ട്. നാരായണ പണിക്കർ ഏറ്റവും വിശ്വസ്തനായിരുന്ന കരുണാകരനുമായി 87 പിണങ്ങി. കരുണാകരനെ അവിടെ ചന്തപ്പുറത്തേക്കൂടെ കാണാൻ പോലും കൂട്ടാക്കിയില്ല. അത് കഴിഞ്ഞ് 96 AK ആന്റണി മുഖ്യമന്ത്രിയായ സമയത്ത് NSSും SNDPയും AK ആന്റണിയോട് പിണങ്ങി. അതായത് NSS പിണങ്ങിയത് നരസിംഹറാവു മന്നം സമാധിയിൽ അവരെ ചെന്നപ്പോൾ പട്ടാളക്കാർ ഷൂസിട്ട് കയറി. മറ്റത് ശിവഗിരിയിൽ ഭരണമാറ്റത്തിന് വേണ്ടി പോലീസിനകത്ത് കയറ്റി. ഈ രണ്ട് സംഭവങ്ങളിലും AK ആന്റണി രണ്ടുപേരുടെയും വിമർശനങ്ങൾക്ക് വിധേയമായി. അതേസമയം വെള്ളാപ്പള്ളിയുടെ സ്കൂട്ടറിൻ്റെ പിന്നിൽ രാഷ്ട്രീയ പുറത്ത് നടത്തിയിട്ടുള്ള ആളാണ് AK ആന്റണി. അത്രയ്ക്ക് അടുത്ത ബന്ധമാണ്. കണിച്ചുകുളങ്കരയും ചേർത്തലയും തമ്മിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരുമിച്ചുള്ളവരാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരുമിച്ച് ഓർത്തിച്ചവരാണ് AK ആന്റണിയും വെള്ളാപ്പള്ളിയും. ഒരു കാലത്ത് പിണങ്ങി. പിന്നീട് 2001 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ NSSും SNDPയും AK ആന്റണിയെ പിന്തുണയ്ക്കുന്ന അവസ്ഥ വന്നു. ഇന്നും സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളിയുടെയും അടുത്ത സുഹൃത്താണ് AK ആന്റണി. അപ്പോൾ അതുകൊണ്ട് ആ പണക്കം തീർന്നില്ലേ? അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായി കുറേ വർഷങ്ങളായി വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും ആത്മബന്ധമുള്ള ഒരാളാണ്, അടുത്ത സുഹൃത്താണ്. ഞാൻ അതുവഴി പോകുമ്പോഴൊക്കെ കാണാറുണ്ട്, ലോകം പറയാറുണ്ട്. വേറെ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഒന്നും എനിക്കുമില്ല, അവരെന്നോട് പറയാറുമില്ല. പക്ഷേ ആ ഒരു സ്നേഹബന്ധമുണ്ട്. ഞാൻ അവരെ ആദരിക്കുന്നത് രണ്ട് പ്രായം ചെന്ന ആളുകൾ എന്നുള്ളത് അവർ ബഹുമാന്യത കൊടുക്കാറുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്, ചില കാര്യങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ ഒരു ഫ്രണ്ട്ലി ടോക്ക് പലപ്പോഴും നടക്കാറുണ്ട്. ആ സൗഹൃദത്തിന് ഈ 19 വർഷമായിട്ട് ഒരു ചെറിയ ലാഞ്ചന പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സാമുദായിക തലതൊട്ടപ്പന്മാർ ഇവർ പറയുന്നതനുസരിച്ച് പുതിയ തലമുറയിലെ വോട്ട് മാറും. അങ്ങനെ അവർ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അതാണല്ലോ ഇതിൻ്റെ അകത്ത്. അല്ല, പറഞ്ഞിട്ടില്ലല്ലോ. ഈ സാമുദായിക ആചാര്യന്മാർ ഇപ്പോഴും NSS പറയുന്നത് എന്താ? സമദൂര സിദ്ധാന്തം തന്നെയാണ്. ഒരു കാലം സമദൂരമായിരുന്നില്ല, കോൺഗ്രസ് ദൂരമായിരുന്നു. സമദൂരത്തിൽ തന്നെ നിൽക്കുന്നു എന്ന് ഇന്നലെയും പറഞ്ഞു. വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി CPMന് വേണ്ടി മാത്രം വക്കാലത്ത് പറയുന്ന ആളല്ല. ഇടക്കാലത്ത് BJPക്ക് വേണ്ടി പറഞ്ഞു. BJPക്ക് അതൊക്കെ BJPക്ക് വേണ്ടി വെള്ളാപ്പള്ളിയെ നിന്നിട്ടും BJP അവിടെ ജയിച്ചില്ലല്ലോ. അതുപോലെ തന്നെ KC വേണുഗോപാലിനെതിരായി ശക്തമായ നിലപാട് ഒരു കാലത്ത് സ്വീകരിച്ചിരുന്നു വെള്ളാപ്പള്ളി. സുധീരൻ നിലപാട് സ്വീകരിച്ചിരുന്നു. KC വേണുഗോപാൽ അതിനെ എതിർക്കാനൊന്നും പോയിട്ടില്ല. അടുത്ത കാലത്ത് വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനായ ആൾ KC വേണുഗോപാലാണ്. അദ്ദേഹത്തെ എതിർത്തിരുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ഒരു 9 വർഷക്കാലം രമേശ് ചെന്നിത്തലയുമായിട്ട് പിണങ്ങിയിരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവാൻ യോഗ്യനാണെന്ന് NSS പറയുന്നു. പക്ഷെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നവരാരുമല്ലല്ലോ. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡല്ലേ, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയല്ലേ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സമുദായ സംഘടനകളുമായിട്ട് NSS ആയാലും SNDP ആയാലും ഒരു സൗഹൃദം പുലർത്തുന്ന പാർട്ടിയാണ്. കാരണം അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും അതിൻ്റെ മൂല്യങ്ങളെയും ആദരിക്കുന്ന പാർട്ടിയാണ്. അതേസമയം ക്രൈസ്തവ സഭകളോടും മുസ്ലിം സഭകളോടും എല്ലാം ആ ബന്ധമുണ്ട്. വർഗീയത എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏത് വർഗീയത എതിർക്കുക എന്നുള്ളത് ഒരു നയമാണ്. ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും. ഇപ്പം മുസ്ലിം ലീഗ് കൂടെ ഉണ്ടെന്ന് വെച്ച് മുസ്ലിം ലീഗിൻ്റെ എല്ലാ താല്പര്യങ്ങൾക്കും പുറകാലെ പോകും എന്ന് വരുന്നില്ല. കാരണം മുസ്ലിം ലീഗ് അങ്ങനെ വർഗീയത പരത്തുന്ന ഒരു കാര്യത്തിന് കോൺഗ്രസിന് സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടില്ല. ആകെ ഒരു മന്ത്രിസ്ഥാനത്തിൻ്റെ കാര്യം മാത്രമാണ് ചരിത്രത്തിലൊരു തർക്കം വന്നത്. ഏതെങ്കിലും ഒരു വർഗീയ പ്രശ്നത്തിൽ മുസ്ലിം ലീഗ് കേരളത്തിൽ വർഗീയത പലർത്തുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടോ? കോൺഗ്രസ് ഭരണ എൻ്റെ അനുഭവത്തിൽ അല്ലേ. കാരണം ബാഫയ്ക്ക് തങ്ങൾ മുതലുള്ള ആളുകൾ എനിക്കറിയാം. ബാഫയ്ക്ക് തങ്ങളെ പോലെ മതേതരവാദിയായ ഒരു മുസ്ലിം ലീഗുകാരുണ്ടായില്ല. CH മോദുപോയ വർഗീയവാദിയാണെന്ന് ആരെങ്കിലും പറയുമോ? ഒരിക്കലും. കുഞ്ഞാലിക്കുട്ടിയും എടുത്തിട്ടുള്ള നിലപാട് നോക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറ്റുമല്ല അഭിപ്രായം അല്ല എങ്കിൽ പോലും കുഞ്ഞാലിക്കുട്ടി കേരളത്തിൽ മതേതര സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾക്കല്ലാതെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് കോൺഗ്രസ് എപ്പോഴും മുസ്ലിം ലീഗ് ആയാലും കേരള കോൺഗ്രസ് ആയാലും NSS ആയാലും SNDP ആയാലും ഇവരെല്ലാവരും കോൺഗ്രസ് മുന്നിലുണ്ടായിരുന്നു. NDPയും SRPയും ഈ NSSൻ്റെയും SNDPയുടെ യോഗത്തിൻ്റെ ഔദ്യോഗിക സംഘടന ഇവരെല്ലാം ഒരുമിച്ചുണ്ടായിരുന്നില്ലേ ഒരു കാലത്ത്, അച്യുതമേനോന്റെ ഗവൺമെൻറ് കാലത്ത്?
അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായ എതിർപ്പും പടക്കവും ഒന്നും പ്രശ്നമല്ല. സുകുമാരൻ നായരും അതുപോലെ തന്നെ വെള്ളാപ്പള്ളിക്ക് അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. പക്ഷേ അതിൻ്റെ പേരിലൊന്നും കോൺഗ്രസ് നേതാക്കൾ പണങ്ങാൻ പോകുന്നില്ല, അവരും പണങ്ങാൻ പോകുന്നില്ല. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതിനകത്ത് ഒരു ലക്ഷ്യമുള്ളത് CPM-നാണ്. കാരണം വർഗീയത പ്രീണനമാണ് അവരുടെ നയമായിരുന്നത്. ഇത്രയും നാളും പൗരത്വ നിയമം വന്നു, പാലസ്തീൻ പ്രശ്നം വന്നപ്പോഴത്തേക്ക് കൊണ്ട് കൊട്ടിഘോഷിച്ച് നടന്ന ആളുകളാണ്. പക്ഷേ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് കൊണ്ട് ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ ഭൂരിപക്ഷം കോൺഗ്രസ് വന്നപ്പോൾ ഇനിയും ഹിന്ദു വോട്ട് പിടിക്കുകയല്ലാതെ വേറെ മാർഗമില്ല എന്ന് കണ്ടപ്പോൾ ഒരു അടവ് നയം സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായി കാണിക്കുന്ന ചില കുതന്ത്രങ്ങളാണ്. ആ കുതന്ത്രങ്ങളിലൊന്നും NSS വീഴുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടുപേരെയും കയറ്റിക്കൊണ്ട് പിണറായി വിജയൻ പോകുന്ന വാഹനം ബഹുദൂരം മുമ്പോട്ട് പോകുമോ അതോ മറിയുമോ? രണ്ടുപേരെയും കയറ്റിക്കൊണ്ട് പിണറായി വിജയൻ പോകുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ രാഷ്ട്രീയ ലക്ഷ്യത്തോട് പോകുന്ന വാഹനത്തിൽ NSS കയറുമെന്ന് ഞാൻ കരുതുന്നില്ല. വെള്ളാപ്പള്ളി സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നും ഒരുപോലെ അല്ലല്ലോ. അദ്ദേഹത്തിന് മാറാം. അദ്ദേഹത്തിൻ്റെ നിലപാട് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നതല്ലേ. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം NSS-നെയും SNDP-യെയും കോൺഗ്രസ് ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് എപ്പോഴും അവരോട് സഹിഷ്ണുത പുലർത്തി. ഇവർ രണ്ടുപേരും പലപ്പോഴും കോൺഗ്രസ് നേതാക്കളെ വിമർശിച്ചപ്പോഴും ആരും അസഹിഷ്ണുവായിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസ് BJP-ക്ക് അനുകൂലമായോ അല്ലെങ്കിൽ CPM-ന് അനുകൂലമായോ ഒരു നയം SNDP യോഗത്തിൻ്റെയും NSS-ൻ്റെയും അണികൾ സ്വീകരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് മതേതര പ്രസ്ഥാനമായ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തന്നെ എല്ലാ സമുദായങ്ങളോടും നീതി പുലർത്തിക്കൊണ്ട് കോൺഗ്രസിന് ലക്ഷ്യമുണ്ട്. മതേതരത്തിൻ്റെ സ്വഭാവമാണ് സമുദായ സമനീതി. അത് സ്ഥാനാർത്ഥി എണ്ണത്തിലും എല്ലാ കാര്യത്തിലും ആ സമുദായ സമനീതി പാലിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നതിൽ കോൺഗ്രസിൻ്റെ കൊടിക്കൂറ നിയമസഭയിൽ ഈ മെയ് മാസം ഉയരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.